അന്ന് 1969 ചന്ദ്രനിൽ പോയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പോയില്ല? അന്നത്തെ ടെക്നോളജി വെച്ച് അത് അസാധ്യമായിരുന്നു എന്നൊക്കെ ചില ചോദ്യങ്ങളുണ്ട്. ഈ പദ്ധതി ബഹിരാകാശ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം അമേരിക്ക നടപ്പാക്കിയതാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചത് $2500 കോടി. അക്കാലത്ത് ഒരൊറ്റ പദ്ധതിക്ക് വേണ്ടി ഇത്ര വലിയ ഹ്യൂജ് എമൗണ്ട് പമ്പ് ചെയ്തപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക നട്ടെല്ല് തന്നെ തകർന്നു. അതുമല്ല, അപ്പോഴേക്ക് അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ പെട്ടു. സോവിയറ്റ് യൂണിയനെ ബഹിരാകാശ യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്ന ഒരേയൊരു ലക്ഷ്യം സാധിച്ചു. ഇനി ഈ പദ്ധതിയിലേക്ക് പണമിറക്കിയാൽ അമേരിക്ക സാമ്പത്തികമായി കൂടുതൽ തകർന്നു പോകും എന്ന അവസ്ഥയിൽ നാസ മുന്നോട്ട് വെച്ച പദ്ധതികൾ സർക്കാർ നിരസിച്ചു. അങ്ങനെ പദ്ധതി നിർത്തിവെച്ചു. പിന്നീട് നാസയുടെ അടുത്ത ലക്ഷ്യം സ്പേസ് ഷട്ടിലിലേക്ക് മാത്രമായി. അതായത് എന്ത് ലക്ഷ്യം വെച്ചാണോ പ്രോഗ്രാം തുടങ്ങിയത് ആ ലക്ഷ്യം പൂർത്തിയായപ്പോൾ, അതായത് സ്പേസ് റേസിൽ സോവിയറ്റ് യൂണിയൻ്റെ മുന്നിലെത്തിയപ്പോൾ നിർത്തി. 100 മീറ്റർ ഓട്ടത്തിൽ ലക്ഷ്യം മറികടന്നാൽ പിന്നെ ഓട്ടം നിർത്തില്ലേ? ക്രിക്കറ്റിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീം ലക്ഷ്യം മറികടന്നാൽ ആ നിമിഷം കളി അവസാനിക്കില്ലേ? അല്ലാതെ പരമാവധി കളിക്കാറില്ലല്ലോ. വേറൊന്ന് ശ്രദ്ധിക്കണം, അപ്പോളോ 11 നീൽ ആംസ്ട്രോങ്ങും ബസ് ആൾഡ്രിനും മാത്രമല്ല ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോളോ 17 വരെ 6 ദൗത്യങ്ങളിലായി 12 പേരെ 1973 വരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഷട്ടിൽ സർവീസ് നടത്താമായിരുന്നു എന്നും ചോദിക്കുന്നവരുണ്ട്. സുഹൃത്തുക്കളെ, ദൗത്യത്തിൻ്റെ ഉദ്ദേശം ചന്ദ്രനിൽ ആളെ ഇറക്കി തിരികെ കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ദൗത്യം ചന്ദ്രൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുക, അവിടുത്തെ ഹീലിയം 3 പോലുള്ള അമൂല്യ മൂലകങ്ങൾ ഉപയോഗിക്കാനുള്ള വഴി തേടുക, ചന്ദ്രനിൽ ഒരു സ്ഥിരമായ താവളം സ്ഥാപിക്കുക എന്നതൊക്കെയാണ്. ഇവിടെ പ്രയോറിറ്റികൾ വ്യത്യസ്തമാണ്. അതുമല്ല, 50 കൊല്ലം കഴിഞ്ഞുള്ള ദൗത്യമായതിനാൽ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കണം. അവ ട്രയലുകൾ നടത്തണം. അതായത് 50 കൊല്ലം മുമ്പ് പോകാനെടുത്ത എല്ലാ തയ്യാറെടുപ്പുകളും ഇന്നത്തെ കാലത്തെ സാഹചര്യത്തിൽ 0 നിന്ന് തന്നെ തുടങ്ങണം. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഫോളോ ചെയ്യുക.